ഇവിടെ ലൈഫ് കോച്ച് എന്ന് പറയുന്ന ഒരു കരിയർ മാത്രമല്ല. ഇവിടെ ഞാൻ പറയുന്നത് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്, ലൈഫ് കോച്ചിങ് ഈസ് ഓൾവേസ് വർക്കിംഗ് ഫോർ ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ലേൺ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, പിന്നെ വെയിറ്റ് ചെയ്യരുത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് അതിന്റെ സക്സസിലേക്ക് ഫാസ്റ്റർ ആയിട്ട് എത്താൻ പറ്റുക. അപ്പൊ ഇതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതിനു മുമ്പേ ഞാൻ ഇവിടെ എന്റെ കോച്ചുമാർ ഇവിടെ ഇരിപ്പുണ്ട്. ആരെങ്കിലും ഒരാൾക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്യണം. ഞാൻ പറയാം. ലക്ഷ്മിയാണ്. ലക്ഷ്മി, നിങ്ങളത് ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയാ. ഏറ്റവും സ്കാർസിറ്റി മൈൻഡ് സെറ്റിൽ ഇരുന്ന ഒരു ആളാണ് ഞാൻ. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പാസ് ഔട്ട് ആയിട്ടേ ഉള്ളൂ. ഇപ്പോ ഇന്നത്തെ ഒരു മന്ത് തന്നെ ഞാൻ ഉദ്ദേശിച്ച ഒരു സാലറിയേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ആ ഹാപ്പിനെസ്സോട് കൂടിയാണ് ഞാൻ ഇന്നത്തെ സെഷനിലോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. 2024 ബാച്ചിലാണ് മാഡത്തിന്റെ ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ ഇതിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ, ലൈക്ക് ഹോമിയോപ്പതി എന്ന് പറയുന്നത് ശരിക്കും ഫിസിക്കലി ക്യൂറിങ് മാത്രമല്ല, മെന്റലിയും നമ്മുടെ മാഡം എന്തൊക്കെയാണോ ക്ലാസ് പഠിപ്പിച്ചത് അതെല്ലാം എൻ്റെ കൺസൾട്ടേഷനിലൂടെ ഞാനിപ്പം എൻ്റെ പേഷ്യൻസിനും അതുപോലെ എൻ്റെ കോച്ചിങ് ക്ലയൻസിനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്ലയൻസിന് കൊടുക്കുന്നതിനേക്കാളുപരി എനിക്കും ഒരു ഭയങ്കര പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടായത്. ഞാനിപ്പം പഠിച്ചിറങ്ങിയ ഒരു എന്താ പറയാനാ ഒരു സ്റ്റുഡന്റ് ആണ് മാഡത്തിന്റെ. ഞാൻ പറയണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് കുറച്ച് പോയിന്റ്സ് പറയാം. 1, ടൈം ഫ്രീഡം. 2, മണി ഫ്രീഡം. 3, ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്ന നല്ല മനസ്സുണ്ടാവും. സോ ഇത് 3 പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഒട്ടും മടിച്ചു നിൽക്കരുത്. ഞാനൊരു യൂട്യൂബർ ആണ് ആക്ച്വലി. ഞാൻ എനിക്ക് ജേർണി ഉണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ എനിക്ക് പറയത്തക്ക ഒരു ഗുരുവോ അല്ലെങ്കിൽ ഒരു മെൻഡറോ ഇല്ലായിരുന്നു. അതായത് എന്താണ്, തന്തയില്ലാത്ത എന്നൊക്കെ പറയില്ല അതുപോലെ. പക്ഷെ ഇപ്പൊ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പൊ ഒരു തന്ത അല്ലെങ്കിൽ തള്ള എന്ന് പറയുന്നില്ല, അമ്മ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള മെൻഡർ ഇപ്പൊ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം ഏത് കാര്യത്തിലാണ് എനിക്കൊരു കൺഫ്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മാഡത്തിനെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന ജേർണിയിലെ ഡബിൾ ആയിട്ട് എനിക്കിപ്പോ ജേർണി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ ഏകദേശം 63,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മാനിഫെസ്റ്റേഷനാണ് ഞാൻ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ സ്പിരിച്വൽ ഉണ്ട്, അതുപോലെ തന്നെ മണി ഉണ്ട്. ഇത് 3 എൻ്റെ മെയിൻ നിഷ് എന്ന് പറയുന്നത്. സോ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഫീൽഡ് വളർന്നു വരുന്നേ ഉള്ളൂ. കയറി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് വളർന്നു വരാൻ പറ്റും. സൂചിപ്പിച്ചു, മണി ഫ്രീഡം, ടൈം ഫ്രീഡം. നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഒരാളുടെ കീഴിൽ കിടന്ന് വർക്ക് ചെയ്യേണ്ട, വഴക്കുണ്ടാക്കേണ്ട, പ്രശ്നം ഉണ്ടാക്കേണ്ട. നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടാനുസരിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. നിയർലി ഒരു മാസം എനിക്ക് 5 ലക്ഷത്തോളം എനിക്ക് ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട് ഈ ജേർണിയിൽ. 6 വേയിലൂടെയാണ് ഞാൻ വരുമാനം കണ്ടെത്തുന്നത്. 6 ways ഓഫ് ഇൻകം. ഈ ജസ്റ്റ് ഈ കോച്ചിങ് പഠിച്ചിറങ്ങിയപ്പോഴാണ്. മെഡിറ്റേഷൻ എടുക്കുന്നുണ്ട്, കോഴ്സസ് എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മണി മാസ്റ്റർ ബേസ് ചെയ്ത് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ബേസ് ചെയ്ത് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, പേഴ്സണൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ 1 year മെന്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അതിൽ ഞാൻ പറയാൻ പോകുന്ന ഫീസ് 1,50,000. വെയിറ്റിംഗ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി ആക്ച്വലി. സോ അതൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഏകദേശം എനിക്ക് 18 ഗ്രൂപ്പ്സ് ഉണ്ട്. ആ 18 ഗ്രൂപ്പ്സിലും 1000 പേര് അടങ്ങിയിട്ടുള്ള 18,000 പേര് ഡെയിലി എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ്സ്, വാട്സപ്പ് ഗ്രൂപ്പ്. പിന്നെ അല്ലാതെ ഔട്ടർ ആണ് യൂട്യൂബില്. ഇൻസ്റ്റാഗ്രാമിൽ 22K ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം റീസെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സോ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. ആക്ച്വലി ഞാൻ സംസാരിക്കുന്നത് ലണ്ടനിൽ നിന്നാണ് ഇത് പഠിച്ചെടുത്തത്. ലണ്ടനിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഞാൻ ജസ്റ്റ് ലാപ്ടോപ്പ് മാത്രം. ഈവൻ ഒരു സത്യാവസ്ഥ പറയുകയാണെങ്കിൽ എന്നെ ഒരാൾ പോലും ഡയറക്റ്റ് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാ ആൾക്കാരും എന്നെ ഓൺലൈനിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, സൂമിലൂടെ മാത്രം. എന്റെ ഒരു മാസത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെറും 2,500 രൂപയാണ്. സൂം പർച്ചേസ് 300 പേരുടെ ഒരു ദിവസത്തെ 300 പേർക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള സൂം പർച്ചേസ് വെറും 2,500 രൂപ ഞാൻ ഏൺ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് ഡോണ്ട് മിസ് ഇറ്റ് പ്ലീസ്. ഞാൻ എന്റെ ടൈം ഫ്രീഡോ, എനിക്ക് ഇന്ന് ക്ലാസ് ഇല്ല, ഞാൻ എന്റെ ഇഷ്ടാനുസരിച്ച് ഞാൻ ജിമ്മിൽ പോയി, ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകണം, കൂലി ഇറങ്ങിയല്ലേ. എന്റെ മണി ഫ്രീഡം, ടൈം ഫ്രീഡം, ഐ എൻജോയിങ്. എഡ്യൂക്കേഷൻ ആണെങ്കിൽ എനിക്കിപ്പം 2 ഡിഗ്രി ഉണ്ട്. അത് ഡിഗ്രി നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ബേസിക്കലി ഇപ്പൊ പഠിച്ചിറങ്ങിയത് ബിടെക് ആണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞിട്ട് ഞാൻ BBA എടുത്തു. 2 ഡിഗ്രി ഉണ്ട്. ഡിഗ്രി ഇതിനൊന്നൊരു ഇതൊന്നും അല്ല. ജസ്റ്റ് മാഡം പറയുന്ന കാര്യങ്ങൾ പഠിക്കാനും അത് മനസ്സിരുന്ന് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും തയ്യാറായാൽ
ബാക്കിയൊക്കെ ആ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവും. അതിനുപരി നമ്മളെപ്പോഴും വിശ്വസിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം. സോ നമ്മുടെ മുന്നിൽ ഒരു നല്ല ഗുരു ഉണ്ടെങ്കിൽ അതിനപ്പുറം ദൈവമുള്ളൂ. സോ അപ്പൊ ധൈര്യമായിട്ടിരിക്കുക, ബാക്കിയൊക്കെ മേഡം നോക്കിക്കോളും. റിലീസ് ഷാജാൻ. യെസ്. സോ ഞാനും ഇതുപോലെ സംശയത്തിലാ വന്നേ, ഇവരുടെ അടുത്ത് പോയ വല്ലതും നടക്കുമോ, അതായത് 1,10,000 കൊടുക്കണം, ഒരു വർഷം ഇങ്ങനെ പറയുന്നുണ്ട്, തരുമോ? സോ അതിനെ കുറിച്ച് ഒന്നും നോക്കണ്ട. വൺസ് നിങ്ങൾ 10,000 കൊടുത്ത് എൻ്റർ ആയാൽ ഡൺ, പിന്നെ നിങ്ങൾ സെറ്റാണ്, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസം 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഇറ്റ്സ് ഫോർ യു. നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് മനസ്സിലാക്കുക. ധൈര്യമായിട്ട് ഇറങ്ങി നിൽക്കുക. പിന്നെ ഞങ്ങളുണ്ട് കൂടെ സപ്പോർട്ട് ചെയ്യാൻ.